ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം നേടിയ മുഹമ്മദ് യാസിന് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പൗരസ്വീകരണം നൽകി. അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനാപുരം ഗാന്ധി ഭവൻ ജനറൽ സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ മുഖ്യാതിഥിയായി. ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം നേടിയ ദേവികുളങ്ങരയുടെ അഭിമാനം മാസ്റ്റർ മുഹമ്മദ് യാസിന് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ പൗരസ്വീകരണം ദേവികുളങ്ങര വാവാസ് കൺവെൻഷൻ സെന്ററിൽ നടന്നു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കായംകുളം എം.എൽ.എ അഡ്വക്കേറ്റ് യു പ്രതിഭ ഉദ്ഘാടനം നിർവഹിച്ചു. കീബോർഡ് ഒരു തമാശ എന്ന രൂപത്തിൽ പഠിച്ച് അതിൽ പതുക്കെ വായിച്ച് ഇന്ന് യാസിൻ യുവാവിലേക്ക് എത്തുന്നു കേട്ടോ. അല്ലേ മാറി ഷെയ്പ്പൊക്കെ മാറി. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, യാസിൻ്റെ അമ്മയോട് പറഞ്ഞു, ഇപ്പം ഷെയ്പ്പൊക്കെ മാറി ശരിക്കും ഇപ്പോൾ ഒരു യൂത്തിലായി. ഇപ്പം കാണുന്ന നമുക്ക് ആ വീഡിയോയിലുള്ള മാറ്റം യാസിൻ്റെ തന്നെ വീഡിയോ ഷെയർ ചെയ്യും. കുഞ്ഞുവാവിയായിട്ടുള്ള യാസിനും പിന്നെ വളർന്ന് വരുന്ന യാസിനും. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ലോകം അറിയുന്ന, ഇത് തെറ്റാവില്ല, നിങ്ങൾ എഴുതി വെച്ചോ, ലോകം അറിയുന്ന വലിയ കലാകാരനായിട്ട് നമ്മുടെ യാസിൻ മാറും, ഒരു സംശയമില്ല. ഈ വാക്കുകൾ ഇപ്പോൾ കുറിച്ച് വെച്ചോ, എല്ലാവരും അത് പറയും. ഞാൻ ആദ്യം യാസിനെ കണ്ടതിൻ്റെ ആദ്യ പെർഫോമൻസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇനി ഒന്നും നോക്കേണ്ടതില്ല, അവർക്ക് എനിക്കൊന്ന് മാതാപിതാക്കൾ അറിയാം, ഇനി ഒന്നും നോക്കേണ്ടതില്ല, ഇനി നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ടതില്ല, അവൻ്റെ വഴി അവൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ യാസിൻ്റെ ഓർഗൻ കേൾക്കാത്തവർ ആരും കാണില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിൽ. ഇപ്പോൾ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിൽ രാവിലെ ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് യാസിൻ്റെ പാട്ടിങ്ങനെ ദിവസം രാവിലെ കേൾക്കുന്നുണ്ട്. ഇതിനെല്ലാം ഞങ്ങൾക്ക് പ്രചോദനമായി നിൽക്കുന്നത് ഡോക്ടർ സോമരാജ് സാറാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കാരുണ്യ കൂട്ടുകുടുംബമായ പത്തനാപുരം ഗാന്ധി ഭവൻ ജനറൽ സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ മുഖ്യാതിഥിയായി. തുടർന്ന് പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസീന് ദേവികുളങ്ങരയുടെ ആദരം സമ്മാനിച്ചു. ഗാന്ധി ഭവൻ കോർഡിനേറ്റർ മുഹമ്മദ് ഷമീർ, മുഹമ്മദ് യാസീൻ, അംബുജാക്ഷി ടീച്ചർ, എസ് രേഖ, നി തുഷാരാജ്, ഗാന്ധി ഭവൻ രക്ഷാധികാരി ധർമ്മരാജൻ, വിൻസെന്റ് ഡാനിയൽ, എൻ വിജയൻ, പുതുപ്പള്ളി സെയ്ദ്, ആർ ശശിധരൻ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് യാസീൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. CD Net News, കായംകുളം.